ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോൾ ബേസ്ഡ് സിസ്റ്റം ആൻഡ് ലേണിംഗ് സിസ്റ്റം എന്നുള്ളതിലാണ്. പിന്നെ പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്. ഒരു ക്ലാസിഫിക്കേഷനാണ് റോൾ ബേസ്ഡ് സിസ്റ്റം ആൻഡ് ലേണിംഗ് സിസ്റ്റം എന്നുള്ളത്. ഈ റോൾ ബേസ്ഡ് സിസ്റ്റം എന്നുള്ള ഉദ്ദേശിക്കുന്നത് മാനുവലായിട്ട് സെറ്റ് ചെയ്ത റൂൾസ് അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടീഷന് അല്ലെങ്കിൽ ലോജിക്കിനെയാണ് റോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂസറിൻ്റെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോഴ്സിൽ ഒരു ഇൻപുട്ട് കിട്ടിയിട്ട് ആ ഇൻപുട്ടിനെ കണ്ടീഷനിൽ വെച്ച് ചെക്ക് ചെയ്ത് ആ കണ്ടീഷൻസ് ഉള്ളൊരു ഔട്ട്പുട്ട്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനൊരു ഔട്ട്പുട്ട് തരിക എന്നുള്ളതാണ് ഈ റോൾ ബേസ്ഡ് സിസ്റ്റത്തിൽ നിന്നുള്ള വർക്കിംഗ് എന്നതാണ്. പിന്നെ ഇതിൻ്റെ റിയൽ ടൈം എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഒരു ബാങ്കിങ് കസ്റ്റമർ സർവീസ് ചാറ്റ് ബോട്ടൊക്കെ ഒരു അക്കൗണ്ട് ബാലൻസ് ഒരു യൂസർ ചോദിക്കുമ്പോൾ അതിന് കണ്ടീഷൻ ആ യൂസറിൻ്റെ ഏതാണോ അക്കൗണ്ട് ബാലൻസ് അത് കണ്ടീഷൻ വെച്ച് കണ്ടുപിടിച്ച് ഒരു വലിയ ഡാറ്റാ സെറ്റിൽ നിന്ന് അത് ഫെച്ച് ചെയ്തെടുത്ത് യൂസറിന് കൊടുക്കുന്ന ഔട്ട്പുട്ട് കൊടുക്കുന്ന രീതിയാണ്. പിന്നെ ടൈപ്സ് ഓഫ് റോൾ ബേസ്ഡ് സിസ്റ്റംസ് ഉണ്ട്. 3 ടൈപ്പാണ് മെയിൻലി വരുന്നത്. അതിലൊന്നാമത്തെ ഫോർവേഡ് ചെയിനിങ് സിസ്റ്റമാണ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇൻപുട്ട് ഡാറ്റ നമ്മൾ കൊടുത്താൽ റോൾ അപ്ലൈ ചെയ്ത് പുതിയൊരു ഡാറ്റ ഔട്ട്പുട്ടായി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചാൽ ഡിസീസ് പ്രഡിക്ഷൻ ആണ്. സിംറ്റംസ് കൊടുത്താൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ ഡിസീസ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ള ബാക്ക്വേർഡ് ചെയിനിങ് സിസ്റ്റമാണ്. ഗോൾ എന്താണെന്നുള്ള ആൾറെഡി സെറ്റ് ചെയ്ത് ഒരു ഗോൾ നടന്ന് കഴിഞ്ഞതാണ്, അതിന് എന്തുകൊണ്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ആക്സിഡൻറ്റ് നടന്ന് അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അത് യോഗ്യനാണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ് തന്നെ എവിഡൻസ് വേണം. എവിഡൻസ് ഉണ്ടെങ്കിൽ അതിന് പോലീസ് കേസ് ഉണ്ടാവും, റിപ്പോർട്ടർ, അതൊക്കെ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പ്രൂവ് ചെയ്യുന്ന സിസ്റ്റമാണ്. പിന്നെയുള്ള ഹൈബ്രിഡ് ചെയിനിങ് സിസ്റ്റമാണ്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സിസ്റ്റം രണ്ടുകൂടി കമ്പൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എങ്ങനെ ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഒരു മാത്സ് പ്രോബ്ലം ഒരു കുട്ടി മനസ്സിലായില്ല എന്നുള്ള പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് എത്രത്തോളം ആ മാത്സിൽ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് ഫസ്റ്റ് അറിയണം, ആ സിസ്റ്റത്തിന് അറിയണം. അതിനും വേണ്ടി ഫസ്റ്റായിട്ട് ചോദിക്കൽ മൾട്ടിപ്ലിക്കേഷൻ അറിയുമെന്നുള്ളതാണ്. അങ്ങനെ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് അതിനുശേഷം ഫോർവേഡ് ബയസിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് പിന്നെ ഹൈബ്രിഡ് ചെയിനിങ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് സിസ്റ്റമാണ്. എക്സ്പേർട്ട് സിസ്റ്റം ഒരു വലിയ റൂൾ സെറ്റ് ഉണ്ടാവും. റൂൾ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ്റെ സെറ്റ് ഉണ്ടാവും. പിന്നെയുള്ള കസ്റ്റമർ സപ്പോർട്ടാണ്. പിന്നെയുള്ള കൺട്രോൾ സിസ്റ്റമാണ്. ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഒക്കെ ഇതിൽ യൂസ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ഇത് കൂടുതൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. റോൾ സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. കൂടുതൽ ഇടങ്ങാറില്ലാണ്ട് റോൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. റോൾ സെറ്റ് ഹ്യൂജ് ആകുമ്പോൾ വർക്കിംഗ് വളരെ കോംപ്ലക്സ് ആണ്. പിന്നെ പുതിയ ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇതിനുള്ളത്. പിന്നെ ആ ലിമിറ്റേഷൻസ് മറികടക്കാനാണ് ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ പുതിയൊരു ഇത് വരുന്നത്. അത് ഈ റൂൾ സെറ്റിൽ തന്നെ മെഷീൻ ലേണിംഗ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ലേണിംഗ് സിസ്റ്റം എന്ന് വരുന്നത്. ഇതിലൊരു കണ്ടീഷൻ ഒന്നും വെച്ചിട്ടല്ല, ഒരു ഹ്യൂജ് ഡാറ്റാ സെറ്റ് ഉണ്ടാവും. അതിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡാറ്റാ സെറ്റിൽ നിന്നും എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിക്കുന്ന ഒരു മോഡലാണ്. പിന്നെ നെക്സ്റ്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടാകുമ്പം കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ ലേണിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് വെച്ചാൽ, ഒരു ഇൻപുട്ട് കിട്ടിയ ആ ഡാറ്റ അനലൈസ് ചെയ്ത് അൽഗോരിതം ഉപയോഗിച്ചൊരു മോഡൽ ഉണ്ടാക്കും. ആ മോഡലിനെ ടെസ്റ്റ് ആൻഡ് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു പുതിയ ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇത് 3 തരത്തിലുള്ള ലേണിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതിലൊന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇത് ഓൾറെഡി ഇവിടെ പറയാൻ പോകുന്നതാണ്. പിന്നെയുള്ള ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്ത ഡാറ്റാസ്, ലേബൽ വെച്ചിട്ട് ട്രെയിൻ ചെയ്ത ഡാറ്റാസ് അതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേബൽ ഡാറ്റ ഇല്ല, ഡാറ്റ സിമിലാരിറ്റി യൂസ് ചെയ്ത് പിന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്ന സംഭവമാണ്. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ആക്ഷനിൽ ഫീഡ്ബാക്ക് കിട്ടി ആ ഫീഡ്ബാക്ക് വെച്ച് പഠിച്ച് അതിന് ബെറ്റർ ഔട്ട്പുട്ട് തരുന്നതാണ്.